ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് എടുത്ത് തിരിച്ച് നോക്കണം. അതിനൊരു ട്രസ്റ്റ് ഉണ്ടോ, അതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന്. ഓരോ പോയിന്റ്സ് വെച്ച് നോക്കിയാലേ ഇതിനൊരു ഫൈനൽ റിസൾട്ട് കിട്ടുള്ളൂ. എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം ഇവരിൽ ഉള്ളിൽ ഉള്ള കോൺഫ്ലിക്റ്റ് അത് വെളിയിൽ വന്നു കഴിഞ്ഞു. അപ്പം നമുക്കൊരു ട്രസ്റ്റ് എലിമെന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ട്രസ്റ്റ് എലിമെന്റ് പോയി. അവിടെ 100ഓളം ആൾക്കാർ കാണുന്നുണ്ട്. അൻസിബ അമ്മ ത്രൂ എന്തൊക്കെ ചെയ്യുന്നു എന്ന്. കാരണം ഗുഡിയുടെ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന് ഉള്ളിൽ എന്താ സംഭവിക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒരു സാധാരണ മെമ്പറാണ്. എനിക്ക് പറയാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിച്ച സംഭവങ്ങളൊക്കെ ബൈലോസ് പഠിച്ച ആൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇനി ബൈലോസ് പഠിക്കും, എന്നിട്ട് എനിക്ക് അടുത്ത ആൻസർ നിങ്ങൾക്ക് തരാൻ പറ്റൂ. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് എഴുതിയ കാര്യങ്ങളാണ്. നടൻ കൃഷ്ണയാണ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത്. അമ്മ സംഘടനയിലെ പല തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇപ്പോൾ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അൻസിബയുടെ ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്താ പറയാനുള്ളത്? ഞാൻ ഈ ഇൻ്റർവ്യൂ തന്നെ അൻസിബയുടെ നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരു റിപ്പോർട്ട് കണ്ടാണ് ഞാൻ പ്രതികരിക്കുകയാണ്. കാരണം ഇത്രയും ആത്മാർത്ഥയായിട്ട് അമ്മയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അൻസിബ. എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് അവരിങ്ങനെ എക്സ്പ്ലോഡ് ചെയ്തു? അതിനെന്തെങ്കിലും കാര്യമുണ്ടാവും. അവർ സ്ട്രെസ് ചെയ്യുന്ന 10-15 പോയിന്റ്സ് എല്ലാം വളരെ വാലിഡ് പോയിന്റ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചോടനെ സംസാരിച്ചത്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് എടുത്ത് തിരിച്ച് നോക്കണം. അതിനൊരു ട്രസ്റ്റ് ഉണ്ടോ, അതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന്. ഓരോ പോയിന്റ്സ് വെച്ച് നോക്കിയാലേ ഇതിനൊരു ഫൈനൽ റിസൾട്ട് കിട്ടുള്ളൂ. അൻസിബ ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ജിഹാദി എന്നുൾപ്പെടെ ഒരു മത തീവ്രവാദിയായി ഉൾപ്പെടെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിക്കുന്നത്. ഏതായാലും ആ വിഷയം ഇനി എന്ത് തന്നെയായാലും അമ്മ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് അഭിപ്രായം, അല്ലേ? ആ സംഭവം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അൻസിബ പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കൂടുതൽ പോകാൻ താല്പര്യമില്ല. പക്ഷേ എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം ഇവരിൽ ഉള്ളിൽ ഉള്ള കോൺഫ്ലിക്റ്റ് അത് വെളിയിൽ വന്നു കഴിഞ്ഞു. അപ്പം നമുക്കൊരു ട്രസ്റ്റ് എലിമെന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ട്രസ്റ്റ് എലിമെന്റ് പോയി. ഓരോ കാര്യങ്ങളും ഉച്ചരിക്കുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ്സ് എൻ്റെ അത് കാണുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ, ഇപ്പം നമ്മുടെ ഒരു കുടുംബം നടക്കുമ്പോൾ 10 പേര് സംസാരിക്കുമ്പോൾ ആ ഒരു പേഴ്സണൽ സാധനം അവിടെ വെച്ച് തീർക്കാൻ പറ്റാത്തപ്പോഴാണ് ആ രഹസ്യം പരസ്യമാവുന്നത്. അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ മെമ്പേഴ്സാണ്, ഞങ്ങൾക്ക് റിസൾട്ട് വേണം. ഞങ്ങൾ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് വന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൈയും കൊടുത്തിട്ട് പോകുന്നതല്ല. ദർ ഇസ് സംതിങ്, ഒരു പുണ്യതയുണ്ട് എൻ്റെ അകത്ത്, ഒരു വെൽഫെയർ ഉണ്ട്. വെൽഫെയർ ക്രീമാണ്, അല്ലാതെ ഒരു താരരാജാവിൻ്റെ മാത്രമല്ല. എന്നെപ്പോലെ ഒരു സിനിമയില്ലാത്ത സിനിമാക്കാരുടെ ഒരു സംഘടന കൂടെയാണ് അമ്മ. അപ്പോൾ ആ സംഭവത്തിൽ നമ്മളെ ഒരിക്കലും വിട്ടുകളയരുത്. അതിൻ്റെ കോറ് വരെ പോകണം. എന്താ സംഭവിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മുടെ മെയിൻ ആൾക്കാർ തന്നെ, പഴയ നിന്ന ആൾക്കാർ തന്നെ വരണം. വലിയ ചർച്ചകൾക്കൊടുവിലാണ് പുതിയ ഭാരവാഹികൾ വരുന്നത്. ഒരു വനിതാ ഭാരവാഹികൾ അമ്മയ്ക്ക് വരുന്നു. അത്തരത്തിൽ ഒക്കെ വന്നെങ്കിലും ഇപ്പോഴത് വലിയ പരാജയമാണെന്ന് മാലാപാർവതി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ്. അത് ഭാരവാഹി മാറ്റം വേണം എന്നൊക്കെ പറയുകയാണ്. മാലാപാർവതിയുടെ വിഷൻ എനിക്കറിയില്ല. ഞാൻ എൻ്റെ വിഷൻ പറയുകയാണെങ്കിൽ മാറ്റം വേണമെങ്കിൽ ആകാം. പക്ഷേ ഇവർ നിന്ന് പരിഗണിച്ചാൽ നമുക്കവിടെ മാറ്റം വേണ്ട. എന്തുകൊണ്ട് ഈ ഒരു പുതിയ ആൾക്കാരെ ഞാൻ പോലും വോട്ട് ചെയ്ത് കൊണ്ടുവന്ന എന്തുകൊണ്ടാണ്? ഒരു ചേഞ്ച്, ഒരു സിസ്റ്റം, ഒരു സൊസൈറ്റിക്ക് ഒരു ചേഞ്ച്, ഒരു ഗ്രൂപ്പിനൊരു ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ എഫേർട്സ് വിഷൻലെസ് ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഇത് കൈവിട്ട് പോയിരിക്കുകയാണ്. ഇത് നമ്മളെ വരിച്ചുകൊണ്ട് നമ്മളെ കാണിച്ചു തരേണ്ട ആൾക്കാർ ഇപ്പം അവരിങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ അതിനകത്ത് വലിയ വിഷമമാണ്. ഭാരവാഹികൾ തമ്മിൽ തന്നെ സ്വരച്ചേർച്ചയുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതൊരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ഉയർന്നു വരുമ്പോൾ അത് പുറത്ത് പ്രതികരിക്കേണ്ടതില്ല, അത് അകത്ത് തീർക്കേണ്ട വിഷയമാണ് എന്ന നിലയിലുള്ള പ്രതികരണമാണ് സെക്രട്ടറി ഉൾപ്പെടെ നടത്തുന്നത്. ആ നിലയിൽ അകത്ത് തന്നെ പറഞ്ഞ് പരിഹരിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഇത് പുറത്തേക്കെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ പൊതുജനങ്ങളോട് കൂടി പറയാൻ ഒരു ബാധ്യതയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ അവിടെ ഒരു ഐ ക്യാമ്പിന് പോയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അമ്മയുടെ ഓഫീസിൽ പോകുന്നത്. അപ്പോൾ അത്രയും ഒരു സൈലൻറ്റ് മെമ്പറാണ് ഞാൻ. അനാവശ്യമായ ചർച്ചകളിൽ പങ്കെടുക്കില്ല, അനാവശ്യമായ സംസാരങ്ങളില്ല. ഞാൻ ഇപ്പോഴും ആരെയും കുറിച്ച് മോശം പറയുന്നില്ല. കാരണം ഞാൻ പറയുന്ന നമ്മൾ 25 വർഷം ഒരു ഫാമിലി, 30 വർഷം ഒരു ഫാമിലി, 25 വർഷം ഒരു ഫാമിലി കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയ പൊട്ടിത്തെറികൾ വെരി ജെന്യൂൻ ചെയ്യുന്ന ഒരാൾ, അതായത് അൻസിബയെ പോലെ ഒരാൾ. അൻസിബ പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ എനിക്ക് പേര് പറയാൻ വേണ്ടി. എന്തിന് പേര് പറയുന്നു? നമ്മൾ പറയണ്ട, ഞങ്ങൾ മുമ്പിൽ വന്നോളാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പം ഞാൻ കാണുന്നുണ്ട് അൻസിബ എന്ത് ചെയ്യുന്നത്. ഞാൻ കാണുന്ന പോലെ തന്നെ അവിടെ 100ഓളം ആൾക്കാർ കാണുന്നുണ്ട് അൻസിബ അമ്മ ത്രൂ എന്തൊക്കെ ചെയ്യുന്നു എന്ന്. കാരണം ഗുഡിയുടെ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന് ഉള്ളിൽ എന്താ സംഭവിക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒരു സാധാരണ മെമ്പറാണ്. എനിക്ക് പറയാൻ ലിമിറ്റേഷൻസ് ഉണ്ട്.
അടുത്ത മാസം അമ്മയുടെ ജനറൽ ബോഡി യോഗം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഈ കാര്യങ്ങളെല്ലാം താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഗൗരവമായി തന്നെ ഉന്നയിക്കും എന്നതാണോ? ഈ കാര്യങ്ങൾ അവിടെ ഞാൻ ഉന്നയിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം അതിനു മുമ്പ് ഇതിൻ്റെ ചർച്ച അവർ ഒത്തുതീർപ്പാക്കും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചർച്ച ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ, ജനറൽ ബോഡിക്ക് മുമ്പ് അവർ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ഒത്തൊരുമയോടെ കാര്യങ്ങൾ നീക്കിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഒരാളല്ല, അവിടെ ഇത്രയും പേരിനോട് നിങ്ങൾ ആൻസറബിൾ ആണ്. അപ്പം ഞാൻ അവിടെ ഒറ്റാൾ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് കാര്യമില്ല. എനിക്ക് അവിടെ വലിയ ആളെ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഞാൻ ചിലപ്പോൾ അവിടെ പ്രതികരിച്ചില്ല എന്ന് ഇരിക്കും. കാരണം ഒരു കൂട്ടായ്മയാണ്. ഇവരാരും എൻ്റെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ ഒറ്റാനെ കളിച്ചിട്ട് എന്താ കാര്യം? ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ഒറ്റപ്പെട്ട് എനിക്ക് നിന്ന് അത് ചെയ്യാനുള്ള ഫൈറ്റ് ചെയ്യാനുള്ള പവറൊന്നും എനിക്കില്ല. അപ്പോൾ കൂട്ടത്ത് അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവർ നിന്നോട്ടെ. ഇനി അഥവാ ഇവർ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ നയം ഞാൻ വ്യക്തമാക്കി നിങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അമ്മ സംഘടനയുടെ നിങ്ങളുടെ കുടുംബ സംഗമത്തിൽ അതിൻ്റെ സ്പോൺസർഷിപ്പിലേക്ക് ഒരു അമ്പലത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഒരു സ്പോൺസർഷിപ്പ് വരുന്നു. ആ കാര്യങ്ങളിൽ ചില ആരോപണങ്ങൾ ചില ചർച്ചകളൊക്കെ ഇപ്പോൾ ഒരു കോണിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതാണ് എന്നത് തോന്നുന്നില്ലേ? അതിൽ പൊളിറ്റിക്സുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചില ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടുത്തെ വെറും മെമ്പറാണ്. ഈ ചെയറിലിരിക്കുന്നൊരു മെമ്പറാണ്. ആ ചെയറിലിരിക്കുന്ന മെമ്പർ മാത്രമല്ല, ഞാൻ ഏറ്റവും പുറകിലിരിക്കുന്ന മെമ്പറാണ്. ഈ അമ്പലത്തിൽ കൊടുത്തോ എവിടെ കൊടുത്തോ എന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. ഇവർ പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളായിട്ടില്ല. അതിനെക്കുറിച്ച് അതിൻ്റെ ട്രാൻസ്പറൻസി എത്രത്തോളം ഇല്ല. പക്ഷേ ഓരോ പോയിന്റുകൾ സ്ട്രെസ് ചെയ്യുമ്പോൾ ഈ പോയിന്റും അവിടെ അവർ ആൻസറബിൾ ആണ്. ഒരു ക്ലാരിഫൈ പൊതുജന സമൂഹത്തിന് മുന്നിൽ ഒരു ക്ലാരിഫൈ വരുത്താൻ ഈ ഒരു നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിച്ച സംഭവങ്ങളൊക്കെ ബൈലോസ് പഠിച്ച ആൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇനി ബൈലോസ് പഠിക്കും, എന്നിട്ട് എനിക്ക് അടുത്ത ആൻസർ നിങ്ങൾക്ക് തരാൻ പറ്റൂ. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് എഴുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ എടുക്കാൻ പാടില്ലോ എന്ന് എനിക്കറിയില്ല. അവസാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് വേറെ ലെവലിലോട്ട് ആകാൻ താല്പര്യമില്ല എനിക്ക്. അപ്പോൾ അതാണ് ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അൻസിബ് ഉന്നയിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒരു മെറിറ്റ് ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം, അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നതാണ് കൃഷ്ണയ്ക്ക് പറയാനുള്ളത്.